ഈ സാരി എത്രയാ? 12 അല്ലേ? ഇത് 12,000 രൂപയുടെ സാരിയാ. കിങ്ങിണിയുടെ കല്യാണ സാരി. 12,000 രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും, ലക്ഷങ്ങൾ. വിശ്വസിക്കുവോ? ആ സാരി കൊണ്ടുവന്ന് 40,000 രൂപ കുറച്ച് കാശ് കിടക്കി. ഇവിടെ നിറയെ കസവ് ഇருக்கு. 40,000 പോകും. കണ്ടാണല്ലോ യൂട്യൂബിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയുടെ കുറിച്ചാണ്. കസവ് സാരി കൊടുത്താൽ നല്ല പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കടൽ മച്ചാൻ ഇപ്പൊ ഒരു വീഡിയോ ആയിട്ട് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് കണ്ടുവരും. ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആദ്യം അതൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. ഇതുമായി ബന്ധപ്പെട്ട് ചില ഉടായ്പകൾ നടക്കുന്നുണ്ട്. അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്ക് എന്തായാലും കടൽ മച്ചാൻ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അമ്മമാരുടെ പഴയ സാരി എടുത്തോണ്ട് വന്ന മക്കളെ ഇനി ലക്ഷങ്ങൾ കിട്ടും, ലക്ഷങ്ങൾ. വിശ്വസിക്കുവോ? കാരണം ഇത് കണ്ടോ, സരിത സവിത സംഗീത തിയേറ്റർ ഉണ്ടോ? ഇതിന്റെ ഓപ്പോസിറ്റ് നമ്മുടെ കൂര്യൻ ടവർ ഉണ്ട്. ഇവിടെ ഇങ്ങ് വന്ന ബെസ്റ്റ്. സ്കൂളിൽ പോണ കുട്ടികളെ പിടിച്ചിരുത്തി കഴിഞ്ഞിട്ടാണ് ആശാന്റെ പ്രൊമോഷൻ. സാരി കൊടുത്തിട്ട് അതെന്താ പറയണേ, വീട്ടിൽ അമ്മേന്റെ സാരികൾ എടുത്തുകൊണ്ടേ ഇവിടെ കൊടുക്കും, ലക്ഷങ്ങൾ നേടുന്നൊക്കെ. ആ കേട്ട് നിൽക്കുന്ന പയ്യൻ എന്തോ വലിയ സംഭവം പോലെ കേട്ടിക്കുന്നുണ്ടല്ലേ. ഇവരെന്തും കേട്ട് മിക്കവാറും അമ്മേന്റെ അലമാരയുള്ള സാരി എടുത്ത് വരില്ലായിരിക്കും അങ്ങോട്ട്. അമ്മ ഏതെങ്കിലും കല്യാണത്തിന് പോകാൻ വേണ്ടി എടുത്തിച്ച സാരി ആയിരിക്കും. ലാസ്റ്റ് അമ്മ കല്യാണത്തിന് പോകാൻ നേരത്ത് നാളെ സാരി നോക്കണ സമയത്ത് അവിടെ കാണലുണ്ടാവില്ല, തപ്പി അടുക്കലായിരിക്കും. എന്തായാലും കൊള്ളാം, ബാക്കി കണ്ടോക്കാം. ഈ കീറിയ പട്ട് സാരികള്, കസവ് മുണ്ടുകള്, സെറ്റ് സാരികള്, ഇതെല്ലാം തന്നെ പഴയതാണെന്നുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെക്കണ്ട. അപ്പൊ ഞാൻ എന്താ വീട്ടിൽ നിന്ന് കുറെ സാരി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാഞ്ചീപുരത്തിൽ കൊടുത്തു നോക്കാം എത്ര രൂപ കിട്ടും നോക്കാം. അതാണ് ഓക്കെ. ഇവിടെ അകത്തോട്ടാണ് പറഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അകത്തോട്ട് നോക്കാം. ഇവിടെ നമ്മുടെ ചേട്ടൻ ഇപ്പൊ ഉണ്ട്. ചേട്ടാ, இந்த சாரிக்கு எத்தனை ரூபாய் கிடைக்கும்னு சொல்லுங்க. அவரை நோக்கிட்டு பாருங்க. നോക്കിട്ട് പറയുക. ஓகே சார். இவர கல்ல உரசும் போது ஒயிட் கலர் வந்தா ஒரிஜினல் கசவு. இவர ரெட் கலர் வந்தா ഡ്യൂപ്ലിക്കേറ്റ് കസവ്. അതെങ്ങനെ ശരിയാവാ? ഒരിക്കുന്ന സമയത്ത് വൈറ്റ് കളർ വന്നാൽ ഒറിജിനൽ കസവും റെഡ് കളർ വന്ന ഡ്യൂപ്ലിക്കേറ്റ് കസവ് എങ്ങനെയാണ് ആവുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. ഈ കസവിന്റെ കൂടെ വരുന്ന മിക്സ്ചർ എന്താണോ അതിനനുസരിച്ചിട്ടാണല്ലോ ഒരിക്കുമ്പോൾ കളർ വരുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ചെമ്പ് ചേർത്ത കസവാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കുന്ന സമയത്ത് കാപ്പി കളർ ആയിരിക്കും വരാം. ഇനിയിപ്പോ സ്വർണ്ണത്തിന്റെ കസവാണെങ്കിൽ സാധാരണഗതിയിൽ സാധാരണക്കാരനും സ്വർണ്ണത്തിന്റെ കസവ് എടുക്കലില്ല, അത്രയും ഹൈറിച്ച് ടീം എടുക്കത്തുള്ളൂ. എന്തായാലും വിൽക്കാനുള്ള ഗതികേടുള്ള ഒരുത്തനും സ്വർണ്ണത്തിന്റെ കസവ് എടുക്കത്തില്ല. എന്നാലും പറയാണ്, സ്വർണ്ണത്തിന്റെ കസവാണെന്നുണ്ടെങ്കിൽ ഒരിക്കുന്ന സമയത്ത് യെല്ലോ കളർ വരും അല്ലെ. അപ്പൊ ഒരിക്കുമ്പോൾ വൈറ്റ് കളർ വരണമെന്നുണ്ടെങ്കിൽ അതെന്താക്കണം, വെള്ളിയുടെ കസവായിരിക്കണം അല്ലെ. അപ്പൊ അതായിരിക്കും ആശാൻ അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ സിന്തറ്റിക് സിൽക്ക് ചേർത്ത കസവ് സാരികളാണ്. അതെനിക്ക് തോന്നുന്നത് അതൊരിക്കുമ്പോൾ റെഡ് കളർ ആയിരിക്കും വരാന്നുള്ളതാണ്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പൊ ഈ വിൽക്കുന്ന ആശാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരിച്ച് നോക്കുന്ന സമയത്ത് വെള്ളിയുടെ കസവാണെന്ന് ബോധ്യപ്പെട്ടാണെങ്കിൽ ഇവിടെ എടുക്കും, അല്ലെങ്കിൽ എടുക്കത്തില്ല. പക്ഷെ അത് ആശാന് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പറഞ്ഞില്ലെന്ന് മാത്രം. വെള്ളി കസവ് മാത്രം ഒറിജിനൽ, ബാക്കി സിന്തറ്റിക് ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള ലെവലിൽ അങ്ങ് പറഞ്ഞു. പിന്നെ ഇന്നത്തെ കാലത്ത് ആളുകളുടെ കയ്യിൽ വെള്ളി കസവ് ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം വെള്ളിക്ക് അത്ര റേറ്റ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് വെള്ളിക്ക് നല്ല വില കുറവായിരുന്നല്ലോ. അപ്പൊ അന്നത്തെ അമ്മമാരൊക്കെ ഒരുപാട് വെള്ളിക്കസവുകൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് നല്ല പ്രൊമോഷന്റെ ബാക്കിയാണ് നോക്കാം. അപ്പൊ നമ്മൾ കല്ലിൽ ഒരച്ച് നോക്കണം. വൈറ്റ് കളർ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കല്ലിൽ ഒരച്ച് വൈറ്റ് കളർ വരുവാണെങ്കിൽ ഒറിജിനൽ കസവ്. അപ്പൊ ഇത് എന്റെ അമ്മച്ചിയുടെ സാരിയാണ്. ഇത് ഒറിജിനൽ കസവ്. അപ്പൊ ഇത് ഒറിജിനൽ കസവാണ്. ഇത് അടുത്ത് നമ്മൾ നോക്കുകയാണ്. 3-4 സാരി കൊണ്ടുവന്നിട്ടുണ്ട്. റെഡ് കളർ വരുന്നത് കസവ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് കസവ്. ഇവിടെ കസവും ഒറിജിനൽ കസവും. വൈറ്റ് കളർ വന്നിട്ടുണ്ട്. ഇത് ഒറിജിനൽ കസവാണ്. ഇവിടെ ഫുള്ളാ ചേരുക. ഇവിടെ 4 സാരിയും പാത്തീங்கன்னா ഒരു 40,000 പോകും സാർ. 40,000 40,000 പോകും സാർ. അപ്പൊ 40,000 കൊണ്ടുപോവാ. 4 സാരി കൊണ്ടുവന്ന് 40,000 രൂപ. അത് കസവ് കൂടുതലുള്ളതാണ്. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവന്നാൽ ചുമന്ന കളറിലായിരിക്കും കല്ല് കാണുക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, അത് പോകത്തില്ല. കസവ് இருந்தா കുറച്ച് കാശ് കിടക്കി. ഇവിടെ നിറയെ കസവ് ഇருக்கு. 40,000 പോകും. അപ്പൊ നമ്മളിതാ പൈസ മേടിച്ചിട്ടുണ്ട്. പൈസ മേടിച്ചിക്കണല്ലേ, നന്നായിക്കണേ. കിട്ടിയല്ലേ പ്രൊമോഷന്റെ വീഡിയോ ആകുമ്പോൾ പൈസയും കിട്ടും, എന്തും കിട്ടും. പിന്നെ അമ്മയുടെ പഴയ സാരികൾ കൊണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഈ പ്രൊമോഷൻ വീഡിയോ ആകുമ്പോൾ അവരവിടെ നിന്ന് ചിലപ്പോൾ കൊടുത്ത സാരീനെ വരച്ച് നോക്കിയിട്ട് പറഞ്ഞതായിരിക്കും 40,000 രൂപ കിട്ടിയെന്ന്. അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോയിൽ അങ്ങനെയൊക്കെ നടക്കും. അവരെന്നെ സാധനം കൊടുത്തിട്ട് ഇത് ഒറിജിനൽ കസവ് അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് കസവിനും കൊണ്ടുവന്നിട്ടുണ്ട്. റെഡ് കളർ വന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് കസവ് എന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും. അത് ചിലപ്പോൾ കടമച്ചൻ്റെ അമ്മേൻ്റെ ആയിരിക്കും. നമ്മൾ അവിടെ ഇന്നലെ സാരി കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സാരി കണ്ടപ്പോഴേ അവര് പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല. ഞങ്ങൾ കൊണ്ടുപോയി സാരി ഒന്ന് കാണിച്ചതാണ്. അവർ ഒരച്ച് നോക്കിയില്ല, കണ്ടപ്പോഴേ പറഞ്ഞ് എടുക്കത്തില്ല എന്ന് പറഞ്ഞു. ഒരച്ച് നോക്കിയിട്ടാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല. അവർ ഒരച്ചില്ല, ഇത് കണ്ടപ്പോഴേ പറഞ്ഞ് ഈ സാരി ഇവിടെ എടുക്കത്തില്ല. ഈ സാരി എത്രയാ? 12 അല്ലേ? ഇത് 12,000 രൂപയുടെ സാരിയാ. കിങ്ങിണിയുടെ കല്യാണ സാരി. ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവോ, ഇത്രയും രൂപയുടെ സാരി അല്ലേ, അപ്പൊ എടുക്കുവോന്ന് അറിയാൻ വേണ്ടി കൊണ്ടുവന്നതാ. എടുക്കുമെങ്കിൽ നല്ല കാര്യം, നമ്മൾ കൊടുക്കത്തില്ല, എടുക്കൂന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. ഇത് എടുക്കുവോ നോക്കാൻ കൊണ്ടുവന്നപ്പോ ഈ 12,000 രൂപയുടെ സാരി അവർ കണ്ടപ്പോഴേ ഇങ്ങനത്തെ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. കണ്ടില്ലേ, ഇത് എടുക്കത്തേ ഇല്ല. അവർ മെസ്സേജാ കൊടുത്തത്. പിന്നെ വേണ്ട ഇത് അമ്മയുടെ കല്യാണ സാരി ആട്ടോ, വർഷങ്ങൾക്ക് മുമ്പുള്ള കല്യാണ സാരി. ഇത് കണ്ടപ്പോഴും പറഞ്ഞു ഇത് വേണ്ട, ഇത് എടുക്കത്തേ ഇല്ല എന്ന് പറഞ്ഞു. ഒന്നും ഉരച്ച് നോക്കിയിട്ടില്ല അവരല്ലെങ്കിൽ. ജസ്റ്റ് നമ്മളൊന്ന് നോക്കാം, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരയ്ക്കണമല്ലോ, അതുപോലും നോക്കിയിട്ടില്ല. പിന്നെ ഇത്
ഇതും കല്യാണ സാരിയാ. ഇത് 8,000 9,000 രൂപ സംതിങ്ങിന്റെ സാരിയാ. ഇതെല്ലാം അവര് കണ്ടപ്പോഴേ നമ്മളോട് പറഞ്ഞില്ലേ എടുക്കത്തില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരച്ചു നോക്കി. വീഡിയോ എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ എല്ലാം അവർ ഉരച്ചു നോക്കുന്നുണ്ട്. ഉരച്ചു നോക്കിയിട്ട് ഇത് ചെമ്പാ, ഇത് വെള്ളിയ, അങ്ങനെ ഇതൊന്നും ഉരച്ചു പോലും നോക്കിയില്ല. ഉരച്ചു പോലും നോക്കാതെ അവർ പറയാ പട്ടായിട്ട് വരെ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അന്ന് അവിടെ കുറെ പേര് ചേച്ചിമാര് നിന്നില്ലേ, അവര് പറൂരിന്നൊക്കെ 2 ബാഗ് നിറച്ച് സാരി കൊണ്ടുവന്നിട്ട് അവരവിടെ വഴക്കുണ്ടാക്കുമായിരുന്നു ഞങ്ങൾ. ഒരെണ്ണമെങ്കിലും എടുക്കെന്ന് പറഞ്ഞവര്, കാരണം അവരുടെ കാര്യം അത്രയും ദൂരത്തുനിന്ന് ഒത്തിരി ഒരു 2 ബാഗോളം അവര് സാരി കൊണ്ടു. വല്ലാത്തൊരവസ്ഥ. വല്ലാത്തൊരവസ്ഥയല്ലേ. 2 ബാഗ് സാരി കൊണ്ടുപോയിട്ട് ഒന്ന് ഉരച്ചു പോലും നോക്കിയില്ല അവർ ആ സാരീനെ. ഒരു 12,000 രൂപേൻ്റെ സാരി കൊണ്ടുപോയിട്ട് ഒരു 4,000 രൂപയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു, പകുതി പൈസ എങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോയതായിരിക്കും. എന്നാലും അതുപോലും കിട്ടിയില്ല അവർക്ക്. എന്തായാലും ബാക്കിയുള്ള കുറച്ച് വീഡിയോ കണ്ടുവരും അവർ പറയുന്നത്. ചെയ്യുമ്പോ ഇച്ചിരി കുറച്ച് ആത്മാർത്ഥതയോടെ മറ്റുള്ളവർ ഇവരെന്ന് പറഞ്ഞ ആലപ്പുഴയിൽ വന്നവരാ. എവിടെ മേനകയിലായിരുന്നു ഷോപ്പ്. അവിടെ നിന്ന് വന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടെ വന്ന് കുറെ ആയിട്ട് ഇതിന്റെ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നത്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ പിന്നെ കുറെ പേര് ഞങ്ങളോട് 2 പേരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇതുപോലെ സാരിയുടെ ഇത് നിങ്ങൾ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് അതിന്റെ സത്യാവസ്ഥ ഒന്ന് പറയണേന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോഴാണ് ഞങ്ങൾ എന്നാ പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാനാണേലും ഇവളാണേലും ഞങ്ങളെല്ലാം പ്രൊമോഷൻ ചെയ്യുന്നതാ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത വേണ്ടേ. ഇപ്പൊ നമ്മള് കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഇപ്പൊ അവർ ചെയ്തോട്ടെ, ചെയ്യുമ്പോൾ അവർ വീഡിയോയിൽ പ്രത്യേകം പറയണം ഇതുപോലെ നമ്മുടെ നോർമൽ സാരികളൊന്നും. ഞാൻ ഈ സൈഡിൽ ഒരു വീഡിയോ കാണിച്ചേക്കാം, അതിൽ അവരൊരു സാരി കാണിക്കുന്നുണ്ട്. അതെന്തോ വലിയ കസവ് മാത്രം. അതെടുത്ത് നമ്മുടെ നാട്ടിലില്ല. ഞാൻ അതെടുത്ത് സാരി കണ്ടിട്ടേ ഇല്ല. ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഇനിയിപ്പോ കൊടുക്കാൻ വേണ്ടിട്ട് 30 സാരി കൊടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വെള്ളി സാരി നമ്മൾ മേടിക്കണം. വെള്ളി കസവ് സാരി മേടിച്ചിട്ട് കൊടുക്കാം. പക്ഷെ ഈ വീഡിയോ ചെയ്യുന്നവരെന്തോ പറയുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സാരികളെല്ലാം എല്ലാം എടുത്തോണ്ട് വാങ്ങാം. പക്ഷെ എല്ലാം എടുത്തു. അപ്പൊ കാണുന്ന സാധാരണക്കാരെന്തോ വിചാരിക്കുന്ന നമ്മുടെ കയ്യിലും പട്ടുസാരി ഇരിപ്പുണ്ടല്ലോ. ചിലപ്പോ ഇപ്പൊ വെളുതെ തന്നെ കല്യാണം കേട്ടല്ലോ. പ്രൊമോഷന്റെ വീഡിയോ ആകുമ്പോൾ ഇവർക്ക് മുമ്പേ പറയായിരുന്നു, ഇത് പ്രൊമോഷന്റെ വീഡിയോയിൽ ഈ വെള്ളിക്കസവ് സാരി മാത്രം എടുക്കുള്ളൂ, ബാക്കിയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും എടുക്കില്ല എന്ന് പറയായിരുന്നു. ഇപ്പോൾ ദൂരത്ത് നിന്നുള്ള ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ സാരിയൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഈ കൊടുക്കാൻ സമയത്ത് അവിടെ ഇങ്ങനത്തെ സാരികൾ എടുക്കില്ല എന്ന് പറയുമ്പോൾ അവർക്ക് ഇത്ര അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അപ്പോൾ ഈ സാരി എടുക്കില്ല പറയുമ്പോൾ അവർക്ക് കുറച്ച് ഇതായിട്ടുണ്ടാവും. ആർക്കും അങ്ങ് ദേഷ്യം അങ്ങനെയെല്ലാം വരും. പിന്നെ അല്ലെങ്കിൽ ഈ കടൽ മച്ചാന് ഒരു പേരുണ്ട്, ഉടായ്പ മച്ചാനെന്ന്. ഇപ്പോൾ ഇതും കൂടി കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഏത് മച്ചാനാണെന്ന്. ഇങ്ങനെയുള്ള പ്രൊമോഷൻ്റെ വീഡിയോ എല്ലാം കണ്ടിട്ട് ആരും ഇങ്ങനെ പോകാതിരുന്നാൽ നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.